എന്നോട് സ്വപ്നം പോലും കാണാൻ ഒക്കുന്ന കാര്യമല്ല. പോലീസ് സാറുമാര് എനിക്ക് ഒപ്പിച്ച് കണ്ടുപിടിച്ചു. നമ്മുടെ നാട്ടിൽ ഒരുപാട് മോഷണങ്ങളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ട ഒരു പത്രവാർത്തയാണ് ഓട്ടോ യാത്രികയുടെ വീട്ടമ്മയുടെ സ്വർണം കവർന്നതായ പരാതി. കൊട്ടാരക്കര മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ്. ഓട്ടോറിക്ഷ യാത്രക്കിടയിലാണ് വീട്ടമ്മയുടെ 2 ഭാഗം സ്വർണം മോഷണം പോയത്. രവിനഗറിൽ നിന്ന് 2 സ്ത്രീകൾ ആ ഓട്ടോയിൽ കയറിയതിന് ശേഷം ഇവർ പുലമലിലുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തി പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കൊട്ടാരക്കര പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പേരെന്തുവാ? എൻ്റെ പേര് അനിത ജോസ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് 12 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓക്സിജൻ്റെ വാതിൽക്ക് ചെന്ന് ഒരു പിന്നെ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ കണ്ട് വിളിച്ച് വന്നപ്പം കൈ കാണിച്ച് കയറി. അങ്ങനെ രവിനാറിൻ്റെ അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീകളും കൈ കാണിച്ചു. അന്നേരം ഓട്ടോക്കാരൻ ചോദിച്ചു അവിടെ പോകാനാന്ന് ചോദിച്ചപ്പം പറഞ്ഞു വിജയാസി പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങ് സിഗ്നലിൻ്റെ അവിടെ ഇറങ്ങാനാണ്, നിങ്ങളങ്ങ് അകത്തോട്ടിരുന്നു, ഞങ്ങൾ അവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കയറ്റി എന്ന് അവിടെ ചെന്നിറങ്ങി ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് ഫെഡറൽ ബാങ്കിലായിരുന്നു പോയിരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ബാഗ് തുറന്ന് അതിനകത്ത് സാധനം ഇല്ലാതിരിക്കുന്നു. പിന്നെ ഇവിടെ എൻ്റെ ഭർത്താവ് മരിച്ച് 6 മാസം ആവുന്നു. അതിൻ്റെ കടത്തിന് വേണ്ടി പലിശ അടയ്ക്കാനൊക്കെ പോയതായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ചായക്കടയൊക്കെ നടത്തി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അത് 2 കുഞ്ഞുങ്ങളങ്ങോട്ട് പോയതൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? കൊടുത്തു. അവരെന്ത് പറഞ്ഞു? അവരന്വേഷിക്കാവുന്ന. എപ്പോഴായിരുന്നു ഇത് നിങ്ങൾ പോയത്? സമയം എപ്പോഴായിരുന്നു? ഞങ്ങൾ പോയത് 12:30. ഇവിടുന്ന് ചോദിച്ചതിൻ്റെ അവിടം വരെ ചെല്ലുമ്പോഴത്തേക്ക് 15 മിനിറ്റ് ആവിയില്ല. അപ്പം 12:30 12:45 കാര്യങ്ങളായിരുന്നു. അതിനകത്ത് നടന്നേ. ഞങ്ങൾ പിന്നെ നടന്നങ്ങ് ബാങ്കിൽ ചെല്ലണ്ടേ, എല്ലാം കൂടെ 1 മണിയായി കാണും, അത്രയേ ഉള്ളൂ. ഈ 12:30 കഴിഞ്ഞാണ് ഇവളുകാരെടുത്ത് കാണുന്നത് ഓട്ടോയ്ക്കകത്ത് വെച്ച്. ഞാനങ്ങ് എന്നല്ലേ ബാങ്കിൽ ചെന്നല്ലേ നോക്കുന്നത്, പണം എടുക്കാൻ കൊടുക്കാൻ. അവിടുന്ന് എൻ്റെ കസേരയുടെ മുമ്പിൽ ഇരുന്ന് നോക്കുമ്പോഴാണ് സാധനം കാണാഞ്ഞത്. അപ്പോൾ ഇവരെ എടുത്തെന്നുള്ള ആ ഒരു ഇത് വന്നു. എന്നിട്ട് നമ്മൾ പോയില്ല, വീണ്ടും ഇവിടെ വന്ന് നോക്കി കാണാഞ്ഞപ്പോഴാണ് പോലീസിൽ പരാതിയൊക്കെ കൊടുത്ത് അങ്ങനെ വന്നത്. ഓട്ടോക്കാരനോട് ചോദിച്ചവൻ പറഞ്ഞു അവർ വിജയാസി പോയില്ല, അവർ ശാന്തി ജംഗ്ഷനിൽ കയറി വണ്ടി കയറി പോയെന്ന് പറഞ്ഞു. അത് കണ്ടാലും അറിയാവുന്ന എന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. നമ്മുടെ മലയാളികളാണോ അതോ വിജയാസം നമ്മൾ സംസാരിച്ചൊന്നുമില്ലല്ലോ, മലയാളികളാണെന്ന് കണ്ടിട്ട് കുറിയും പൊട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. സംസാരമൊന്നും വന്നില്ല. ഓട്ടോക്കാരൻ ചോദിച്ചു അവിടെ പാനാന്ന് ചോദിച്ചപ്പം പറഞ്ഞു വിജയാസി പാന. വിജയാസം മലയാളത്തിലാ പറഞ്ഞേ. കറുത്തതാ തള്ള ഇച്ചിരി പ്രായമുള്ള ഒരു സാരി കൊടുത്തേക്കുന്ന പെണ്ണ് മോളാന്നോ എന്തോ അവര് ചുരിദാറോ ഇട്ടേക്കുന്നത്. ഒന്നുമില്ല, ചുമന്ന കുറിയും മേളി പൊട്ടും പിന്നെ അടി പൊട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. തള്ളയും മോളും പോലെ പ്രായ വ്യത്യാസമുള്ള തള്ളയും മോളും പോലെ. ഒരാള് സാരി. പിന്നെ തിരക്കൊന്നും ഉച്ചയാവാറായില്ല, തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവര് ഇരുന്നപ്പോ ഞങ്ങൾ 4 പേരൂടെ ഇരുന്നപ്പോ ഇച്ചിരി തിരക്കായി. ഞാനിച്ചിരി മുമ്പോട്ടായിരുന്നേ കുഞ്ഞിനെയും കൊണ്ട്. അന്നേരം മോള് പറഞ്ഞു പുറമോട്ട് കയറി കുഞ്ഞിനെയും കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചിരി കയറി ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ആ സമയം കണ്ടെടുത്ത് ആയിരിക്കും എന്തോന്നു. വീട്ടിൽ നിന്ന് നമ്മൾ ഇത് കൊണ്ടുപോയെന്നുള്ളത് നല്ല ഒരു ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെന്ന് പറയാനൊക്കെ ഉണ്ട്. ഇവിടെ തെളിവുണ്ട്. വീട്ടിൽ CCTV ഉണ്ട്. വെക്കുന്നതും എല്ലാം ഉണ്ട്. നമുക്ക് കാണിക്കാനാണെങ്കിൽ എല്ലാം ഉണ്ട്. ഞാൻ പറയാനാണെങ്കിൽ ഞാൻ എങ്ങും ബാഗ് തുറന്നില്ലെന്ന് പറയാൻ ഓട്ടോ കൂലി വരെ കൊച്ചാ കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ അമ്മയുടെ ഈ ഒരു എന്താ വാക്കിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ CCTVയുടെ വിഷയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് ബാഗിൽ വെച്ച് ഇവർ പോകുന്ന ആ ഒരു സമയം വരെയുള്ള വിഷയിലുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രവിനഗറിൽ നിന്ന് 2 സ്ത്രീ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് കച്ചവടമൊക്കെ ചെയ്ത് ആണ് ഇത്രയും വരെ എത്തിച്ചത്. ഭർത്താവ് ഈ ഇടയ്ക്കാണ് മരിച്ചു പോയത്. അപ്പം അന്നെടുത്ത ലോണിൻ്റെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഈ അമ്മ ഇത് പണയം വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അമ്മയും മോളും കൂടാണ് പോയത്. അപ്പോൾ അവർക്കാണ് ഈ ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് മോഷണവും അതുപോലെ കുറുവാ സംഘവും ഒക്കെ
വിലസി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും യാത്ര ചെയ്യുന്ന എല്ലാവരും ആലോചിക്കുക, വണ്ടിയിൽ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളും അതുപോലുള്ള മറ്റ് സാധനങ്ങളെല്ലാം സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഗതി ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. കൈ വെച്ചോ, നമുക്ക് പൈസ കൈ വെച്ചോ. ഒന്നാം പോലെ പിന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞു. ഒരു പണി ആവണ്ടേ? അല്ലണ്ടേ ഒരു ഓട്ടോ അവിടെ പ്രകാരം അത് കാണട്ടെ മമ്മേ. മതി. ഓ മതി. അത് കരയേണ്ട, ദൈവം അത് തിരിച്ചു തരും. അമ്മാമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. പിള്ളേരൊക്കെ പഠിച്ച് വരുന്നതല്ല ഉള്ളൂ. ധൈര്യമായിട്ട് നിൽക്കുക. ദൈവം ഒരാളുണ്ടല്ലോ. കാരണം നമുക്ക് 1.25 ലക്ഷം രൂപ ഒരുപാട് കഷ്ടപ്പെട്ട് ചായ ഒഴിച്ച് ചായ ഗ്ലാസ് കഴുകി കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തിയാണ്. ഈ പൈസ ദൈവത്തിന് നിരക്കാത്ത പൈസയാണ്. വളരെ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും യാതനകളുടെയും പൈസയാണ്. പരിമിതികളെ സാധ്യതകളാക്കുന്ന ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കട്ടവും പൊട്ടിച്ചതുണ്ട് ഉപജീവനം നടത്തി പിള്ളേരെയും വളർത്തി ഉണ്ടാക്കിയ പൈസയാണ്. ദൈവമായിട്ട് അമ്മാമ്മയുടെ പൈസ തിരിച്ചു തരും. അത് നിശ്ചയമാണ്.